ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടിയിലേക്കാണ് വണ്ടി എടുക്കണം. അപ്പോൾ മഴയത്ത് എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് വണ്ടിയിലെ ഗ്ലാസ്സിൽ മിസ്റ്റ് പിടിക്കൽ. ഞാനിപ്പോൾ കാണിച്ചത് എൻ്റെ വണ്ടിയിൽ മിസ്റ്റ് ഉണ്ട്. വണ്ടിയുടെ വിൻഷീൽഡിൽ ഫുള്ള് മിസ്റ്റാണ്. അപ്പോൾ പുറത്തൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും നേരിടുന്ന പ്രശ്നമാണ്. അപ്പോൾ ഈ മിസ്റ്റ് എങ്ങനെ മാറ്റാമെന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോണത്. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ ഈ വീഡിയോ കാണണമെന്നില്ല, അറിയാൻ പാടില്ലാത്ത ആൾക്കാർ കണ്ട വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്ത് കാണണേ. നല്ല മിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് AC ഓൺ ആക്കണം. AC ഓണാണ്. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് ഒരു 3 ഇടാം. ഓക്കെ, കാണാൻ പറ്റുന്നില്ല അല്ലേ? സ്പീഡ് 3 ഇട്ടിട്ട് പിന്നെ നമ്മൾ ഈ നോബ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ഈ ഒരു മോഡിലേക്ക് ഇടണം. അപ്പോൾ ഇവിടെ യൂസ് വെക്കുന്ന എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈ മോഡിലേക്ക് ഇടണം. അപ്പോഴാ വിൻഷീൽഡിലേക്ക് കറക്റ്റ് ആ നമ്മുടെ എയർ കിട്ടുള്ളൂ. ആ വിൻഷീൽഡിൻ്റെ ആ ബ്ലോവർ ഇതാണ്, കറക്റ്റ് കിട്ടും. അങ്ങനെ ഓണാക്കിയിട്ട് അതായത് നമ്മൾ ഈ പുറത്തുള്ള എയർ എടുക്കാം. ഫ്രഷ് എയർ കയറണമല്ലോ. നമ്മൾ AC ആദ്യം ഓണാക്കുമ്പോൾ ഫ്രഷ് എയർ കയറണം. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഒരു 30 സെക്കൻഡിൽ 1 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ AC കൂൾ മോഡലാണെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിലാണ് ഏറ്റവും ലോയിലായിട്ടേക്കണം, പെട്ടെന്നാകാൻ വേണ്ടിയിട്ട്. നമുക്കിത് കാണാൻ പറ്റും, വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. നമുക്ക് പതുക്കെ ആ മിസ്റ്റ് മാറുന്നുണ്ട്. നമ്മൾ ആദ്യം കണ്ട പോലെ അല്ലല്ലോ ഇപ്പോൾ. കുറച്ച് തെളിഞ്ഞ് വരുന്നില്ലേ? വൈപ്പറിട്ട് നോക്കാം നമുക്ക്. ഇല്ല, ഓക്കെ ആയിട്ടില്ല. പുറത്തുള്ളതൊക്കെ ഓക്കെ, ക്ലിയറായി. അകത്താണ് മാറാനുള്ളത്. ഇത് അകത്തെ മിസ്റ്റ് എങ്ങനെ മാറ്റാമെന്നുള്ളതിൻ്റെയാണ് ഈ വീഡിയോ. ഇത് വരാൻ കാരണം മഴക്കാലത്ത് കൂടുതൽ സംഭവിക്കും. നമ്മുടെ പുറത്തെ ടെമ്പറേച്ചറും അകത്തെ ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് കാരണമാണ് ഇങ്ങനെ വരുന്നത്. കുറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ AC ഓൺ ആക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ബ്ലോവറുകളെല്ലാം ഓപ്പൺ ആണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ അടഞ്ഞിടക്കുകയായിരുന്നു, ഓപ്പണായി. ഇപ്പം നമ്മൾ AC പോകുന്നത്, ACയുടെ തണുപ്പ് പോകുന്നത് ഈ വിൻഷീൽഡിൻ്റെ അങ്ങോട്ടുള്ള ബ്ലോവറിൽ കൂടെ വരുന്നത്. ഇതാണ് ബ്ലോവർ. നോക്കിയേ, നേരത്തെ കണ്ട പോലെ എല്ലാം ക്ലിയർ ആയില്ലേ? ഒന്നുകൂടെ വൈപ്പിട്ട് നോക്കാം. ക്ലിയർ ആകുന്നുണ്ട്. നമ്മളിതാ ഈ മോഡിലേക്ക് ഇട്ടേക്കണത്. സ്പീഡ് ഒരു 3 എയർ സർക്കുലേഷൻ മോഡിലല്ല, നമ്മൾ പുറത്തുനിന്നുള്ള ഫ്രഷ് എയർ മോഡിലേക്ക് ഇടക്കണം. കൂള് ഏറ്റവും ലോവസ്റ്റിലാണ് ഇടക്കണം. ഓക്കെ, ഡിഫറൻസ് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാൻ കഴിയും, പറയുന്നുണ്ട്. എൻ്റെ വൈപ്പർ നൈസായിട്ട് ഒറിഞ്ഞിട്ടുണ്ട്, അത് മാറ്റണം. ഓക്കെ ആയി. നമുക്ക് ഈ ഗ്ലാസ്സിൽ കാണുന്നല്ലേ, പുറത്ത് സൈഡ് ഗ്ലാസ്സിൽ കാണുന്ന
ആ മിസ്റ്റ് നമുക്ക് പ്രശ്നമാണ്. അത് മാറ്റാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഈ വിൻഡോ തുറന്നിട്ട് അടച്ചാൽ മതി. മാറിയിട്ടില്ല, തുടക്കണം. കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ബാക്കി അത് ഓട്ടത്തിൽ കുറഞ്ഞോളൂ. ഇല്ലെങ്കിൽ തുടച്ചിട്ട് ഇറങ്ങണം. നമ്മൾ കാഴ്ച വ്യക്തമായിരിക്കുന്നതാണ് ഏറ്റവും വലിയ ആവശ്യം. ഓക്കെ ആയി. ഇതാ സൈഡിലൊക്കെ കുറച്ച് മിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓടിക്കാൻ നോക്കാൻ വേണ്ടി കാണാൻ പറ്റും. ഈ സൈഡിലുണ്ട്. അതോക്കെ. ഓക്കെ അല്ലേ? നമ്മൾ പുറത്ത് പിടിച്ചോ. നമുക്കിനി ഇത് സാധാരണ നമ്മുടെ എയർ സർക്കുലേഷൻ മോഡിലേക്ക് മാറ്റിയിട്ട് സ്പീഡ് കുറക്കാം. AC-യുടെ ടെമ്പറേച്ചർ കുറക്കാം. ഓക്കെ. ഇതിപ്പോൾ ഫുൾ ലോ അല്ലേ, കുറച്ച് കെട്ടിയേക്കാം. ഫുള്ളിലിട്ട് ഓടിക്കാൻ പാടില്ല നമ്മൾ. ഇത് നമ്മുടെ AC നോർമലായിട്ട് നമുക്ക് സാധാരണ നോർമൽ മോഡൽ നമ്മൾ ഫേസിലേക്ക് കിട്ടുന്ന രീതിയിൽ നോർമൽ മോഡിലേക്ക് മാറ്റാം. മോഡിലേക്ക് മാറ്റാം. ഇപ്പം ഏകദേശം ഓക്കെ ആയിരുന്നു. ബാക്കി റെഡിയാവും. ഓക്കെ. നമ്മൾ മാറ്റിങ്ങൾ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ഇത് മിസ്റ്റ് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി ചെയ്യാൻ ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ AC ഈ ക്ലൈമറ്റ് കൺട്രോൾ സ്വിച്ച് മാറ്റിയിട്ട് ഇത് ഹീറ്റിലേക്ക് മാറ്റണം. ഹീറ്റിലേക്ക് മാറ്റിയിട്ട് തിരിച്ച് ഇതുപോലെ ബ്ലോവർ ഇതുപോലെ ബ്ലോവർ ഇത് വിൻഷീൽഡിലേക്ക് മാറ്റണം. എന്നിട്ട് 1 2 3 3ലേക്ക് ഇടണം കേട്ടോ. അപ്പോൾ അത് മാറിക്കോളും. നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ബാക്കി ആയിക്കോളൂ. അപ്പോൾ നമ്മൾ വീഡിയോ വിളിച്ച് ക്ലോസ് ചെയ്യാണ്. വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ചെയ്യണം കേട്ടോ. രാത്രിക്ക് വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ഇത് ക്ലിയർ ആയിട്ട് ഓടിക്കാൻ പാടില്ല. കാരണം നമ്മളെ വിസിബിലിറ്റി ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ AC നോർമലിലേക്ക് മാറ്റണം. മാറ്റി മോഡ് ചേഞ്ച് ചെയ്ത് സ്പീഡ് കുറച്ച് കണ്ടുവാക്കി. പുതിയ മോഡൽ വണ്ടികൾക്കൊക്കെ ഇപ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. അതിന് ഡീഫോഗറൊക്കെ ഉണ്ടാവും. അത് ഇപ്പം എൻ്റെ വണ്ടിയിൽ അതില്ല. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ഫ്രണ്ട്സിൻ്റെ വണ്ടിയിലൊക്കെ ഉണ്ട്. നോക്കി പക്കയായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ. ഓക്കെ. നമുക്ക് ഗ്ലാസ്സൊക്കെ പെർഫെക്റ്റായി. ആ ഫോഗെല്ലാം പോയി. ഇനി നമുക്ക് വണ്ടി എടുക്കാം. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കണം. ഓക്കെ. താങ്ക് യു. ടാറ്റാ.